പല മേഖലകളിൽ പ്രഗത്ഭരായവരെ പരിചയപ്പെടുത്തുകയാണ് അതിഥിയിലൂടെ എന്നറിയാമല്ലോ. ഇന്നും നമുക്ക് പുതിയൊരു അതിഥി എത്തിയിട്ടുണ്ട്. അതിഥിയുടെ വിശേഷങ്ങളിലേക്ക്. നമസ്കാരം. നമസ്തേ കേരളത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ബിജു എസ് പത്മനാഭനാണ്. ഡോക്ടർ ബിജു എസ് പത്മനാഭൻ ഒരു ബഹുമുഖ പ്രതിഭയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം ആ പ്രതിഭാ മേഖലകളെക്കുറിച്ച്. നമുക്ക് ബിജുവിനെ സ്വാഗതം ചെയ്യാം നമസ്തേ കേരളത്തിലേക്ക്. ബിജു, നമുക്ക് ചെറുപ്പകാലത്ത് നിന്ന് തന്നെ തുടങ്ങാം. ബിജു ചെറുപ്പകാലങ്ങളിൽ കവിതയിലായിരുന്നു കൂടുതൽ ശ്രദ്ധ ഊന്നിയിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. എന്തൊക്കെ പരീക്ഷണങ്ങളാണ് കവിതാരംഗത്ത് നടത്തിയിരിക്കുന്നത്? വളരെ ചെറുപ്പം തൊട്ട് തന്നെ ജീവിതത്തെക്കുറിച്ചൊരു സന്ദേഹം പൊതുവെ ഉണ്ടായിരുന്നു. ഞാൻ വളരെ റൂറലായിട്ടുള്ളൊരു പ്രദേശത്താണ് ജനിച്ചതും വളർന്നതുമെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിൻ്റെ കളറുകൾ വൈറ്റും ബ്ലാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്യാൻവാസിൽ കൂടുതൽ വളർന്നത് കൊണ്ടായിരിക്കണം ജീവിതം എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ ഈ രണ്ട് ഫ്രെയിമുകളിലാണ് ഞാൻ കൂടുതൽ വായിച്ചത്. അപ്പോൾ ആ വായന, പിന്നെ പരന്ന വായനയുണ്ട്. അതൊന്നും ടെലിവിഷനൊന്നും വീട്ടിൽ അവൈലബിൾ ആയിരുന്നില്ല. അപ്പം അന്ന് ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ അമ്മ പുസ്തകങ്ങൾ തരുമായിരുന്നു. അങ്ങനെ വായിച്ച് 9ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് 650ഓളം പുസ്തകങ്ങൾ ഞാൻ വായിച്ചു കഴിഞ്ഞു. ഒരുതരം വഴിവിട്ട വായനയായിരുന്നു അന്ന് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവ എന്നിൽ ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുകയും ഞാനും വായനയ്ക്ക് എഴുത്തിന് വേണ്ടി അല്പം സമയം മാറ്റിവെക്കുകയും ചെയ്തു. അപ്പോൾ പ്രീ ഡിഗ്രിയൊക്കെ കഴിയുന്ന സമയത്താണ് കൂടുതലായിട്ടും. ഇപ്പം അതുവരെ സയൻസിൽ ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും സയൻസ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നില്ല എന്നൊരു ചിന്ത ഉണ്ടായി വരികയും അങ്ങനെ സ്വാഭാവികമായിട്ടും എൻ്റെ ഉള്ളിലുള്ള സംഗതികളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി കവിത എന്ന് പറയുന്നൊരു മാധ്യമത്തിനെ ഞാൻ സെലക്ട് ചെയ്യുകയും ചെയ്തു. കവിത മാത്രമായിരുന്നില്ല, അല്പം കഥയും ലേഖനങ്ങളും എല്ലാം എഴുതുന്ന ശീലമുണ്ടായിരുന്നു. വൈറ്റും ബ്ലാക്കും ആയിട്ടാണ് കണ്ടിരുന്നതെന്ന് പറഞ്ഞു. ജീവിതാനുഭവങ്ങളാണോ? അനുഭവങ്ങളെന്ന് പറയാൻ പാടില്ല, കാരണം എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മാത്രമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റാകെ കണ്ട ക്യാൻവാസ് അങ്ങനെയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാൻവാസ് ആയിരുന്നു കൂടുതലായിട്ട് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ ജീവിതം എന്ന് പറയാം, അപ്പോൾ അതൊരു ശരിക്കും നമ്മൾ പറയുന്നൊരു ഓപ്പോസിറ്റ് ആണെന്ന് നമ്മൾ പറയുന്നെങ്കിലും രണ്ട് എക്സ്ട്രീമുകളാണ്. സോ നമ്മൾ സാധാരണ പറയും പോലെ 2 sides ഓഫ് എ സിംഗിൾ കോയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ രണ്ട് സംഗതികളും യഥാർത്ഥത്തിൽ രണ്ടാണോ അതോ ഒന്നിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണോ എന്നുള്ള ഒരു അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. കവിതകളിലെ വിഷയവും ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ തന്നെയാണോ? തീർച്ചയായിട്ടും അസ്തിത്വ ദുഃഖം എന്ന് പറയുന്ന ഒരു സംഗതി കവിതകളിലെല്ലാം മുടച്ച് കാണുന്നുണ്ടായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം സയൻസ് വളരെയേറെ ഇഷ്ടപ്പെട്ടത് ഞാൻ പിന്നെ സ്വാഭാവികമായിട്ടും സാഹിത്യത്തിലേക്ക്, ലിറ്ററേച്ചറിലേക്ക് തിരിഞ്ഞു. MG കോളേജിലാണ് BA ലിറ്ററേച്ചർ പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് 3 വർഷവും MG കോളേജിലെ മികച്ച കവിയായിരുന്നു. ഒരു വർഷം കലാപ്രതിഭയും ആകുകയുണ്ടായി. കഥയ്ക്കും കവിതയ്ക്കും ലേഖനത്തിനും 1ാം സ്ഥാനം കിട്ടുകയുണ്ടായി. പിന്നെ വയലിനും പഠിക്കുമായിരുന്നു, അങ്ങനെ അതിനും 1ാം സ്ഥാനം കിട്ടി. ഈ ദുഃഖം എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ഫീലിംഗ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ജീവിതം എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ജേർണി. ഒരു ഇൻസിഡന്റ് എടുത്ത് പറയാനായില്ല, അങ്ങനെ പറയാൻ കഴിയില്ല. പ്രത്യേകിച്ചുള്ള അനുഭവമല്ല. നമ്മുടെ ജീവിതത്തെ നോക്കി, ഞാൻ പറഞ്ഞില്ലേ, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സർഫസ് നമ്മുടെ ജീവിതത്തിൽ ടോട്ടലി നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയിൽ പൊതുവേ നമ്മൾ ജീവിതത്തിനെ കുറിച്ച് കാണുന്നതും ഇത് തന്നെയാണ്, ഈ അനുഭവം തന്നെയാണ്. അപ്പോൾ ഉള്ളിൽ ഒരു വിങ്ങലിൻ്റേതായ ഒരു സ്വരം, പ്രത്യേകിച്ച് നമ്മളൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പിന്നീട് പിൽക്കാലത്തുള്ള തുടർന്നുള്ള വായനകളിൽ അത് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണെന്ന് ഞാനത് തിരിച്ചറിയുന്നു. അതായത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്നോട് തന്നെ സംവദിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് നമ്മളതിനകത്ത് കാണുന്നത്. എഴുതിയ കവിതകൾ ഏതെങ്കിലും ഓർമ്മയിലുണ്ടോ? 2 വരി ഇപ്പോൾ ഓർക്കുന്നില്ല. ഇപ്പം കവിതകൾ പൂർണ്ണമായിട്ടും അങ്ങനെ ഇല്ല. പിന്നെ ബ്ലോഗിൽ അത്യാവശ്യം വല്ലതൊക്കെ എഴുതുന്നതേ ഉള്ളൂ. അപ്പോൾ കവിത എന്ന് പറയുന്ന മേഖല, സാഹിത്യത്തിനോട് ഞാൻ അല്പം ഒരു വിട പറയുന്ന പോലെ ഒന്ന്. കാരണം കം ലാതി ഇതി കല എന്നാണ് സംസ്കൃതത്തിലൊരു വചനമുണ്ട്. അതായത് വായിക്കുന്നവന് അല്ലെങ്കിൽ അനുവാചകന് ആനന്ദം കൊടുക്കുന്നതാവണം കല. അപ്പം നമ്മുടെ ദുഃഖം നമ്മൾ വേറൊരാളിന് പറഞ്ഞു വയ്ക്കുമ്പോഴത്തേക്ക് അതൊരിക്കലും ഇതാകുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ സന്ദേഹം ഒന്ന് തുടരാം. അപ്പോൾ പിന്നീടുണ്ടായിരുന്ന വായനകളിൽ എന്നെ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു എഴുത്തുകാരനാണ് OV വിജയൻ. അദ്ദേഹത്തിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത് ദിവസവും 1 പേജെങ്കിലും ഞാൻ എന്നും വായിക്കാറുണ്ട്. അത്രയേറെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു എഴുത്തുകാരനാണ്. അപ്പോൾ ആ നോവലിൽ ഉടനീളം നമ്മൾ കാണുന്നത് ഒരു സന്ദേഹിയുടെ മുഖമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഈ ഒരു യാത്രയിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു സന്ദേഹിയുടെ, അതായത് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാൽ അറിയാനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു, ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക്. പക്ഷേ എല്ലാം തന്നെ ഒന്നിൻ്റെ തുടർച്ചയായിട്ടാണ്, ഒരു എനർജി കണ്ടിന്യൂം എന്ന് പറയും പോലെ തുടർച്ചകളായിട്ട് ഞാനത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കവിതയ്ക്കൊപ്പം തന്നെ കഥയും ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും കഥയും എഴുതുമായിരുന്നു. ഇപ്പോൾ ഏതിനാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്? ഇല്ല, ഞാനിപ്പോൾ സാഹിത്യത്തിന് വലിയ ശ്രദ്ധയില്ല. ഇപ്പോൾ ഞാൻ പുതിയ മേഖലകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഫിലോസഫിയിലേക്കും അതുപോലെ തന്നെ മെറ്റാഫിസിക്സിലേക്കും പാരാസൈക്കോളജിയിലേക്കും. അത് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമോ?
അല്ല, എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു ലേബൽ, ഇപ്പോൾ ഈ ലേബലിസത്തിൽ എനിക്ക് തീർച്ചയായിട്ടും വിശ്വാസമില്ല എന്ന് വേണം പറയാൻ. കാരണം സമൂഹം നമ്മളെ നോക്കിക്കാണുന്നത് ചില പ്രത്യേകമായ ലേബലുകളോടാണ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്നൊക്കെ നമ്മൾ സോഷ്യോ സൈക്കോളജിയിലൊക്കെ പറയുന്ന ഒരു പദമാണത്. അപ്പോൾ നമ്മൾ ഇന്നതാണ് എന്ന് പറയുമ്പോൾ സമൂഹം പിന്നെ നമ്മളത് മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ ഞാനൊരു എഴുത്തുകാരനാണെന്ന് പറയുമ്പോൾ എഴുത്തുകാരനായിട്ട് മാത്രം എന്നെ നോക്കിക്കാണുന്ന ഒരു അനുഭവം, അതിനോട് എനിക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. എൻ്റെ ജീവിതം ഞാൻ പറഞ്ഞല്ലോ ഒരു സന്ദേഹിയാണ്, സന്ദേഹിയുടെ ജീവിതമാണ്. അപ്പോൾ അന്വേഷണങ്ങൾ തുടരുക എന്നുള്ളതാണ് എൻ്റെ ജീവിതം. ഇപ്പം ഒരുപാട് സന്ദേഹങ്ങളും അന്വേഷണങ്ങളും മനസ്സിലിങ്ങനെ തിക്കുമുട്ടി ഇരിപ്പുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അത് എഴുതണം എന്നുണ്ട്. പക്ഷേ എഴുതാനിരിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യവും ശ്രമിച്ചു. ഒരു നോവലിൻ്റെ ഒരു ചെറിയ ഒരു വസ്തുതകൾ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് എഴുതുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രോബ്ലമാണ്. കാരണം ഒരു സൊല്യൂഷൻ എത്തിയിട്ട് പോരെ. ഇപ്പോൾ ഞാൻ അവസാനം എന്താണ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക? ഒരു നാൽക്കവലയിൽ കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് പരിഭ്രാന്തരായിട്ട് ഇങ്ങനെ ഞാനും പരിഭ്രാന്തരാണ്, എന്നെ വായിക്കുന്ന ആൾക്കാരും പരിഭ്രാന്തരാണെന്ന് പറയുന്ന അവസ്ഥയോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു ഉത്തരത്തിന് വേണ്ടിയുള്ളൊരു അന്വേഷണമാണ്. പിന്നെ ഈ മെറ്റാഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ എഴുതണമെന്നും എനിക്ക് വളരെയേറെ താല്പര്യമുണ്ട്. അതിനുവേണ്ടി അഭ്യുദയകാംക്ഷികളായ ഒത്തിരി ആൾക്കാരുണ്ട്, ഗുരുതുല്യരായ ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം സഹായവും അപ്പോൾ അതിനുവേണ്ടിയുള്ള മെറ്റീരിയൽസ് ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം കടന്ന മേഖല ഫിലോസഫിയിലേക്കാണ് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും ഫിലോസഫിയിലേക്കാണ്. അത് വായന എന്നെ കൊണ്ടെത്തിച്ചതാണ്. നീഷയും അതുപോലെയുള്ള ആൾക്കാരുടെ എല്ലാം പുസ്തകങ്ങൾ വായിക്കുമ്പോഴത്തേക്ക്, അതുപോലെ തന്നെ നിക്കോസ് കസാൻസാക്കിസിൻ്റെ, അപ്പോൾ ഇങ്ങനെയുള്ള അഭൂതപൂർവരായ എഴുത്തുകാർ നമ്മളെ വളരെയേറെ സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെയാണ് പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെയാണ് മ്യൂസിക്. അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് വളരെയേറെ ഇഷ്ടമാണ് ഇപ്പോഴും. ഇപ്പോൾ ക്ലാസിക്കിൽ നിന്ന് പതുക്കെ ഞാൻ ഹിന്ദുസ്ഥാനിയിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന സംഗീതം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അസ്തിത്വ ദുഃഖം, നമ്മൾ തന്നെ അറിയാതെ കിടക്കുന്ന ദുഃഖം എന്ന് പറയുമ്പോൾ അത് വേദനയല്ല, അതൊരു എലവേറ്റഡ് ആയിട്ടുള്ള ഒരു സെൻസാണ്. വളരെ കുറച്ചുകൂടെ ഉദാത്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ ആ അനുഭവം ഇപ്പോൾ നമ്മൾ സാമുവൽ ബക്കറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പറയുന്നു, ഒ വി വിജയനും പറയുന്നുണ്ട്, എല്ലാ സായം സന്ധികളും ദുഃഖമാണ്. അപ്പോൾ ആ വചനം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന കേവലമായിട്ടുള്ള ഒരു വിഷാദം, ഒരു ദുഃഖമല്ല, അതിനും ഉപരിയായിട്ട് വിഷാദം എന്ന് പറയുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഷെല്ലി തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ പറയുന്നുണ്ട്, അവർ സ്വീറ്റസ്റ്റ് സോങ്സ് ആർ ദോസ് ദാറ്റ് വി സിംഗ് ഓഫ് അവർ സാഡസ്റ്റ് തോട്ട്സ്. അപ്പോൾ അത് തന്നെയാണ് വാൽമീകി അദ്ദേഹത്തിൻ്റെ കൃതികളിലും പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷാദം, ഒഴുകിപ്പറക്കുന്ന ആ ഒരു വിഷാദം, അപ്പോൾ ആ ഒരു വിഷാദം ആണ് ശരിക്കും നമ്മളെ ഇതിൽ കൊണ്ടെത്തിക്കുന്നത് ഫിലോസഫിയിലേക്ക്. ഇപ്പോൾ ഫിലോസഫി എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം ഫിലോസോഫിയ എന്നാണ്. അപ്പോൾ ഫോളിങ് ഇൻ ലവ് വിത്ത് വിസ്ഡം, പരമമായ സത്യത്തിന് അന്വേഷിച്ചുള്ളൊരു യാത്ര. ഇപ്പോൾ കവിതയിലായാലും ഫിലോസഫിയിലായാലും ദുഃഖത്തെക്കുറിച്ചാണ്, ദുഃഖം ബേസ് ചെയ്തിട്ടാണ്. തീർച്ചയായിട്ടും ദുഃഖം എന്ന് പറയുന്നത് നമ്മളെ എന്താണ് ഈ പരമമായ സത്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനുള്ളൊരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മഹാഭാരതത്തിൽ തന്നെ കുന്തിയോട് ഇങ്ങനെ കൃഷ്ണൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച ആളാണ്, അപ്പോൾ ഈശ്വരാംശമായ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, ഞാൻ നിനക്ക് അടുത്ത ജന്മം ഏറ്റവും സന്തോഷകരമായ ഒരെണ്ണം തരാം, എന്താണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കുന്തി പറയുന്നത്, എനിക്ക് ദുഃഖം മാത്രം മതി കൃഷ്ണ, എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ അറിയാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ അതായിരിക്കാം അതിനുള്ള. അപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ അനുഭവിച്ചതും അവസാനം വരെ ഉള്ള ഒരു തരം ഒരു ദുഃഖമാണ് നമ്മൾ ഈ പറയുന്നത്. ദുഃഖം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ് ശരിക്കും. വിഷാദം എന്നാണ് ഞാനതിനെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ പാത്തോസ് എന്നുള്ള വാക്ക് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും. അപ്പോൾ ആ പാത്തോസിൽ നിന്ന് അദ്ദേഹം ട്രാജിക് ഡെത്തിലേക്ക് പോകുന്നു. ട്രാജിക് ഡെത്ത് അല്ല, ശരിക്കും മിസ്റ്റിക് ഡെത്തിലേക്ക് പോകുന്നു. ആ മിസ്റ്റിക് ഡെത്ത് അദ്ദേഹത്തിന് എറ്റേണൽ ലൈഫ് കൊടുക്കുന്നു എന്നാണ് നമ്മളത് വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് സാഗ. അല്ല, ഈ ജീവിതയാത്രക്കിടയിൽ അധികം ഏറ്റുമുട്ടേണ്ടി വന്നത് ദുഃഖ സത്യങ്ങളോടാണോ? സന്തോഷങ്ങൾ കണ്ടുമുട്ടാൻ സാധിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും സന്തോഷം എന്ന് പറയുമ്പോൾ അത് ആപേക്ഷികമാണെന്നാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റൊരു വ്യക്തിയാണ് ശ്രീ രവിശങ്കർ ഗുരുജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോഴ്സുകളിൽ പോയപ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ ഉള്ളിലുള്ള സന്ദേഹങ്ങൾ തീർച്ചയായിട്ടും അത് റെലവൻ്റ് ആണെന്നും അതിനൊക്കെ ചില സാധുതകളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള ചില വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു മുമ്പ് ഞാൻ ഓഷോയൊക്കെ വായിക്കുമായിരുന്നു. അപ്പോൾ ഓഷോ പറയുന്ന ഒരു ശൂന്യതാവാദം എന്ന് പറയുന്ന ബുദ്ധിസം പറയുന്ന ഒരു തന്നെ ശൂന്യതാവാദമുണ്ട്, വോയിഡ് എന്ന് പറയുന്ന. പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി അന്ന് ശരിക്കും ഒരു ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഈ കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സ് എല്ലാം ശരിയാണ്, നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ശരിയാണ്, നമ്മൾ ശരിക്കുള്ള ട്രാക്കിലാണെന്നുള്ളൊരു ബോധം ഉണ്ടാകുന്നത്. അത് നമുക്ക് തരുന്നത് അപാരമായൊരു കോൺഫിഡൻസാണ്. പിന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബാക്കിയുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ. ശ്രീ രവിശങ്കറുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ടോ? അടുത്ത ബന്ധം എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു വലിയ ഗുരുവാണ്. അദ്ദേഹത്തിനെ 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോഴ്സുകൾ 4-5 കോഴ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കോഴ്സ് തന്നെ ഞാൻ ഓർഗനൈസ് ചെയ്യുമായിരുന്നു. വർഷങ്ങളായിട്ട് ഞാൻ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ആ കോഴ്സിനെ. ഒത്തിരി ആളുകളിലേക്ക് അതിൻ്റെ പ്രയോജനങ്ങൾ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം താങ്കൾ പാരാസൈക്കോളജിയിലേക്ക് കടന്നു. അല്ല, പാരാസൈക്കോളജിക്ക് വരുന്നതിന് മുൻപ് തന്നെ റെക്കി എന്ന് പറയുന്ന, ഇപ്പോൾ ഞാൻ അതിനാണ് കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. റെക്കി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് പദമാണ്. റെയ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന എന്നാണ് അർത്ഥം. കീ എന്നുള്ള പദത്തിന്
പ്രാണ ഊർജ്ജം അല്ലെങ്കിൽ എനർജി എന്ന് പറയാൻ പറ്റും. അപ്പോൾ മോസ്റ്റ് മോഡേൺ സയൻസിൻ്റെ നമ്മളതിനെ വൈറ്റ് എനർജി എന്നും അല്ലെങ്കിൽ ബയോ എനർജി എന്നും ബയോ പ്ലാസ്മ എന്നും ഇങ്ങനെയൊക്കെയുള്ള പല വൈറ്റൽ എനർജി ഇങ്ങനെയൊക്കെയുള്ള പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ സാൻസ്ക്രിറ്റിൽ നമ്മളതിനെ പ്രാണൻ എന്ന് വിളിക്കുന്നു, ഇപ്പോൾ ഇസ്ലാം മതത്തിൽ റൂഹ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഒരു എനർജി ഇപ്പം മാഡവും എന്നെ ഞാനും ആക്കുന്ന അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ഓരോരുത്തരും ആക്കുന്ന ഒരു പൊട്ടൻസ്, ആ ഒരു പൊട്ടൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് റേക്കി എന്ന് പറയുന്നത്. ശരിക്കും റേക്കി ചികിത്സ അതെ, ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അതിനെക്കുറിച്ച് എന്താണെന്ന് വ്യക്തമായൊരു ധാരണ ഉണ്ടാവില്ല. അതൊന്ന് അതെ, തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് റേക്കി. റേക്കി എന്ന് പറയുന്നത് ചികിത്സാ സമ്പ്രദായം എന്ന് പറയുമ്പോൾ നമ്മളത് വളരെ ഒതുങ്ങിപ്പോകുന്നു. ചികിത്സാ സമ്പ്രദായം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് അതിനെ ഒരു അൾട്ടിമേറ്റ് സയൻസ് എന്ന് വിളിക്കാൻ പറ്റും. സമ്പൂർണ്ണമായൊരു ശാസ്ത്രമാണ് റേക്കി. അപ്പോൾ അതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് നമ്മളിലുണ്ടാകുന്ന ഈ രോഗങ്ങൾ, അപ്പോൾ അതിനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള സ്ട്രീമുകളാണ് നമ്മൾ സാധാരണ കാണുന്നത്. ഒന്ന് നമ്മുടെ അലോപ്പതി സ്ട്രീമും ബാക്കിയുള്ള എല്ലാ സ്ട്രീമുകളെയും കൂടെ പൊതുവായിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അലോപ്പതി കൊണ്ട് ചികിത്സിച്ചാൽ മാറാത്തത് അല്ലെങ്കിൽ അലോപ്പതി എന്ന് പറയുന്ന സാധനത്തിന് പിടികൊടുക്കാതെ നിൽക്കുന്ന ബാക്കിയുള്ള എല്ലാ സംഗതികളും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആയുർവേദം ഓൾട്ടർനേറ്റീവാണ്, ഹോമിയോ ഓൾട്ടർനേറ്റീവാണ്. അപ്പോൾ അത് ഒത്തിരി ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. ഇപ്പോഴും തന്നെ ഉണ്ട് റേഡിയോ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സയുണ്ട്, അതുപോലെ തന്നെ സൗണ്ട് തെറാപ്പി ഉണ്ട്, കളർ തെറാപ്പി ഉണ്ട്, യൂറോ തെറാപ്പി ഉണ്ട്, ഹൈഡ്രോ തെറാപ്പി, അങ്ങനെ ഒത്തിരി തെറാപ്പീസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അക്യൂപങ്ക്ചർ, അക്യൂപ്രഷർ, അപ്പോൾ ഇങ്ങനെ ഒത്തിരി എണ്ണം ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ സമ്പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരെണ്ണം റേക്കിയാണ്. അപ്പോൾ അതിന് ഈ ട്രഡീഷണൽ സയൻസുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല അത് വളരെ ഈസിയാണെന്നുള്ളതാണ്. നമുക്കത് റിസീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി മാത്രം, ഒരു ആഗ്രഹം മാത്രം മതി. അത് നമ്മൾ ആദ്യം ഫസ്റ്റ് ഡിഗ്രി ചെയ്യുന്നത് അറ്റ്യൂൺമെൻ്റ് ആണെന്നാണ് എന്നെ പറയുന്നത്. അറ്റ്യൂൺമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ ദീക്ഷ എന്നാണ് നമ്മളതിനെ സാൻസ്ക്രിറ്റിൽ പറയുന്നത്. ദീക്ഷ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യോഗ്യനായ ഒരു ഗുരുവിൻ്റെ നിന്ന് നമ്മൾ ആ ഊർജ്ജത്തിനെ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കാനുള്ള ചാനലൈസ് ചെയ്യുക എന്നാണ് നമ്മളതിന് പറയുന്നത്. ചാനലൈസ് ചെയ്യാനുള്ള ഒരു പഠിക്കുന്ന മെത്തേഡാണ് ഇപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും പഠിക്കുന്ന മെത്തേഡാണ്. ചാനലൈസ് ചെയ്യുന്നു. വളരെ നിസ്സാരമായൊരു പ്രക്രിയയിലൂടെ നമുക്കത് ചാനലാവാൻ പറ്റും. ചാനൽ അതിനുശേഷം നമ്മുടെ ഈ കൈകളിലൂടെ അതിൻ്റെ ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ പ്രവഹിക്കും. ഇത് ചാനലിൽ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങൾ എടുക്കുന്നില്ല. ഇല്ല, അത് ഒരു കൂടിപ്പോയ 2 ദിവസത്തെ ക്ലാസ് എടുക്കും. തിയറി ഉൾപ്പെടെയുള്ള ക്ലാസ് എടുക്കുമ്പോഴേ 2 ദിവസത്തെ ക്ലാസ് മാത്രമാണ്. യോഗ പോലെയുള്ള യോഗയുടെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഫോമാണ്. യോഗ എന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പോസ്റ്ററുകൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ റേക്കി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. നമ്മളതിൻ്റെ സ്പിരിച്വൽ ലെവലിലേക്ക് വരുന്നു. ഇപ്പോൾ ശരീരത്തിന് നമ്മൾ സാധാരണയായിട്ട് ഒരു 5 ലെവലുകൾ നമ്മൾ പറയാറുണ്ട്. അന്നമയം, അതുപോലെ തന്നെ മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം. അപ്പോൾ ഇങ്ങനെ 5 തരങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ ശരീരം നിലനിൽക്കുന്നത്. ഇപ്പോൾ 5 എന്നുള്ള പദത്തിന് നമ്മുടെ ശരീരമായിട്ട് വളരെ ബന്ധമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, അതുപോലെ തന്നെയാണ് പഞ്ചഭൂതാത്മകമാണ് ശരീരം. അപ്പോൾ അതുപോലെ ഈ 5 ലെവൽസ് അല്ലെങ്കിൽ 5 ലെയേഴ്സ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. അപ്പോൾ ഇത് യോഗയെല്ലാം നമ്മുടെ ഈ ആദ്യത്തെ അല്ലെങ്കിൽ അന്നമയ ആ ഒരു റീജിയനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ റേക്കി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എനർജി ബേസ്ഡ് ആണ്. അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഈ റേക്കി? എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും അഡ്വൈസബിൾ ആണ്. പക്ഷേ അതിനകത്ത് പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഈ രോഗം എങ്ങനെ ഉണ്ടാകും നമ്മൾ സാധാരണയായിട്ട് അത് ചിന്തിക്കാറില്ല. അപ്പോൾ നമുക്കൊരു രോഗം വരുന്നത് നമ്മൾ നേരെ തന്നെ ഒരു ഡോക്ടറെ കാണുന്നു, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് നമ്മൾ മേടിച്ച് കഴിക്കുന്നു, രോഗം മാറുന്നു അല്ലെങ്കിൽ മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഈ രോഗമുണ്ടായി? ഇപ്പോൾ നമ്മൾ സാധാരണ പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ വൈറസിൻ്റെയോ അല്ലെങ്കിൽ ഫംഗസിൻ്റെയോ ഒക്കെ ഇൻഫ്ലുവൻസ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ വലിയ രോഗങ്ങൾ, അതായത് ഇപ്പോൾ ക്യാൻസർ, അപ്പം ക്യാൻസറിൻ്റെ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിന് നമുക്കൊരിക്കലും സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്നത് എനോർമസ് ഗ്രോത്ത് ഓഫ് സെൽസ് എന്നാണ്. പക്ഷേ എങ്ങനെ ഒരാളിൽ ആ ഗ്രോത്ത് ഉണ്ടാകുന്നു, അപ്പോൾ ഒരാളിന് എങ്ങനെ ബ്ലഡ് ക്യാൻസർ ഉണ്ടാകുന്നു, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റാഫിസിക്സ് ആണ് അവിടെ നമുക്ക് ഉത്തരം മുട്ടുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മുടെ ഈ ട്രഡീഷണൽ സിസ്റ്റങ്ങളിൽ അത് പറയുന്നുണ്ട്. ആയുർവേദത്തിലും പറയുന്നൊരു സംഗതിയാണ് പൂർവ്വജന്മാർജിതം പാപം വ്യാധിരൂപേണ ജായത എന്നാണ്. അതായത് നമ്മുടെ മുൻകാലങ്ങളിൽ ആർജിച്ച് വയ്ക്കുന്ന നെഗറ്റീവ് വൈബ്രേഷൻസ്, ഈ നെഗറ്റീവ് വൈബ്രേഷൻസ് അതിങ്ങനെ ബഡ്ജ് ചെയ്ത് അതിങ്ങനെ രോഗമായിട്ട് എക്സ്പോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നെഗറ്റീവ് മാസിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് റേക്കി നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ സാധ്യമായ ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് ഈ നെഗറ്റീവിനെ നമുക്ക് മാറ്റാൻ പറ്റുന്നിടത്തോളം ഉള്ളതാണോ അതോ അതിനേക്കാൾ കൂടുതൽ കൺസ്യൂംഡ് ആണോ? അപ്പോൾ ഓവറായിട്ട് കൺസ്യൂംഡ് ആണെങ്കിൽ രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ദൃഢം എന്നും ദൃഢാദൃഢമെന്നും അദൃഢമെന്നും നമ്മുടെ രോഗത്തിനെ തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ദൃഢമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നമുക്ക് രോഗത്തിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നമുക്ക് ആളിന് ഒരു ഹീലിംഗ് എഫക്റ്റ് കൊടുക്കാൻ പറ്റും. അയാളുടെ വേദനയെ കുറയ്ക്കാനും അങ്ങനെയുള്ള സംഗതികൾ ചെയ്യാൻ പറ്റും. ക്യാൻസർ പോലുള്ള ചികിത്സ രോഗങ്ങൾക്ക് ഇതിന് തീർച്ചയായിട്ടും ഫലപ്രദമാണ്. എൻ്റെ ഗുരുവായ ഡോക്ടർ മുഹമ്മദ് പുതുപ്പാടി, ഞാൻ ആദ്യം ദീക്ഷ സ്വീകരിക്കുന്നത് ഫാക്ടറിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ TR സോമശേഖരൻ എന്ന് പറഞ്ഞ സോമേട്ടൻ എന്ന് എല്ലാവരും വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിന്നാണ്. പിന്നെ ഡോക്ടർ മുഹമ്മദ് പുതുപ്പാടി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ക്യാൻസറിന് വേണ്ടി സ്പെഷ്യലായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആളാണ്.
ഒരുപാട് പേര് ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയാമെന്നുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദറിന് ഇതുപോലെ ഈ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട്സ് വളരെ കുറഞ്ഞു പോയി. അപ്പോൾ അത് കൂട്ടാൻ ഇതിലൂടെ സാധിച്ചു. ആദ്യം തന്നെ ഈ രംഗത്തേക്ക് രോഗികൾ വരാറുണ്ടോ, അതോ മറ്റു അലോപ്പതിയൊക്കെ ചികിത്സ കഴിഞ്ഞ് ഫലപ്രദമാകാതെ തിരിച്ചെത്തുന്നവരായിരിക്കുമല്ലേ അധികവും? കൂടുതലും അങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ മേഖലയിൽ നിൽക്കുന്നു എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചെയ്യുന്ന ഒരു ചെറിയ ഒരു സൊസൈറ്റിയിൽ തന്നെ ഒരു മേഖല കാണും. അപ്പോൾ അവരിലൂടെ ഇങ്ങനെ പറഞ്ഞ് കുറേശ്ശെ അതിന് പ്രചാരം നേടുന്നുണ്ട്. പിന്നെ സ്വർണ്ണലത എന്ന് പറഞ്ഞ മാഡത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ ഒത്തിരി പുസ്തകങ്ങൾ നമ്മൾ ബുക്ക് സ്റ്റോളിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പം തന്നെ HNC പബ്ലിക്കേഷൻ തന്നെ വളരെ സിമ്പിളായിട്ട് 10 രൂപയ്ക്ക് റേക്കി എന്താണെന്ന് പറഞ്ഞിട്ട്. പിന്നെ എപ്പോഴും ഇതാണ്, ഈ അന്വേഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അത് അന്വേഷിക്കുന്നവർക്ക് മാത്രമേ കണ്ടെത്താൻ സാധിക്കുന്നത്. അത്ര പബ്ലിസിറ്റി കുറച്ചുകൂടി കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടോ? പബ്ലിസിറ്റി തീർച്ചയായിട്ടും ഈ മേഖല കൂടുതലായിട്ട് കാര്യങ്ങൾ നേടണമെന്ന് എനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. മാത്രമല്ല നമ്മൾ റെക്കിയുടെ കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും നമ്മൾ വളരെയേറെ പിറകിലാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഇലക്ട്രോണിക്സ് യുഗം ആണിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഫിലിമിൻ്റെ മേഖല എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പോൾ ഒരു പാശ്ചാത്യ സിനിമകളുടെ ലോകത്ത് നിന്ന് ഏതാണ്ട് ഒരു 100ഓളം വർഷം പിറകിലാണ് നമ്മുടെ ഇന്ത്യൻ സിനിമകൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സത്യജിത്തായി കഴിഞ്ഞാൽ മറ്റൊരാളിനെ നമുക്ക് അവിടെ വരച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ കാണിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അക്കിറോ കുറോസാവ എന്ന് പറയുന്ന ജാപ്പാനീസ് സംവിധായകൻ 1990കളിലും 80കളിലും 89കളിലും ഒക്കെ സംവിധാനം ചെയ്ത ഡ്രീംസും അങ്ങനെയുള്ള ഫിലിംസും എല്ലാം, ഡോഡസ്കഡിൻ തുടങ്ങിയ ഫിലിംസ് എല്ലാം തന്നെ നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ എന്താണ് അതിൻ്റെ ബാഹ്യമായ ഒരു പ്രാന്തപ്രദേശങ്ങളിൽ പോലും നമുക്ക് സമീപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായിട്ടുള്ളൊരു സംഗതി. ഇപ്പോൾ നമ്മൾ ചിത്രകല എടുത്ത് നോക്കുകയാണെങ്കിൽ ചിത്രകലയുടെ മേഖലയിൽ നമുക്ക് രാജാരവിവർമ്മ മാത്രം, അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം, രാമേന്ദ്രൻ സാർ, അങ്ങനെ കുറച്ച് പേരെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ വെസ്റ്റേണേഴ്സ് അവർ ഇതിനെ ഈ പറയുന്ന ടെക്നോളജിയെ വളരെയേറെ അഡ്വാൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. കാരണം അവരതിനെ അന്വേഷിച്ച് പോകുന്നു എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ തന്നെ സാംസ്കാരിക മ്യൂസിയങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ഫ്രാൻസിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമെല്ലാം അവർ ഈ പറയുന്ന ട്രഡീഷനെ അത്രയേറെ കാര്യക്ഷമമായിട്ട് അവർ സൂക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മലയാളികൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അന്വേഷണം എന്ന് പറയുന്നത് അവർക്ക് എന്തോ ഒരു തടസ്സം പോലെയാണ്. അന്വേഷണം അവർക്ക് കിട്ടുന്നില്ല. ഇപ്പം നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം ആസ് എ ടീച്ചർ എനിക്ക് പറയാൻ പറ്റും, ഇപ്പോൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിലും അതിൻ്റേതായ ചില പോരായ്മകൾ നമുക്ക് കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം കുട്ടിക്ക് അന്വേഷിച്ച് ഇപ്പോൾ പറയുന്നുണ്ട് ഒത്തിരി പ്രോജക്റ്റും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് അവൻ്റെ ഉള്ളിലുള്ള ശരിക്കും എല്ലാ മനുഷ്യനും ഒരു ഇൻക്വിസിറ്റീവായിട്ടാണ് ജനിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജന്മനായുള്ള നമുക്ക് പറയുകയാണെങ്കിൽ അന്വേഷണത്തിൻ്റെ ഒടുങ്ങാത്ത അസംതൃപ്തി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു അന്വേഷണം പൊതുവെ ഇന്ന് ആളുകളിൽ കുറഞ്ഞു കാണുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അന്വേഷിച്ച് പോകുന്തോറും നമുക്ക് അത് കിട്ടും എന്നാണ്. അതിൻ്റെ ഭാഗമാണോ പാരാസൈക്കോളജിയിലേക്കും കടന്നത്? തീർച്ചയായിട്ടും. ഈ റെക്കി എന്ന് പറയുന്ന സംഗതി നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്, ഈ റീഇൻകാർണേഷൻ അല്ലെങ്കിൽ റീബർത്ത് ഓഫ് ദ സോൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൗതുകമുണ്ട്. അപ്പോൾ തന്നെ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുന്നു, ഈ നിമിഷം ഞാനങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ ഭൗതികമായ ബോഡി മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിന് വേറെ ചലനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ ചലിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഇങ്ങനെ കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്ന മറ്റെന്തോ ഒരു വസ്തുത നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് ചെറുതിലേ തന്നെ എനിക്കിങ്ങനെ തോന്നിയിരുന്നുണ്ട്. അപ്പം നമുക്കങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും, ഞാൻ ആരാണ്? പണ്ടേ തൊട്ട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സാധാരണ കേൾക്കുമ്പോൾ ആളുകൾ പറയുന്നത് നമ്മൾ ഒരു കുറച്ച് ദുരൂഹതമായ ചില ചോദ്യങ്ങളിലേക്ക് പോകുന്നു. അതുകൊണ്ട് അവരത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് ഈ പറയുന്നത് ഇൻക്വിസിറ്റി വളരെ കുറവാണ്, അന്വേഷണാത്മകത വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു അന്വേഷണമാണ് ശരിക്കും പാരാസൈക്കോളജിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പാരാസൈക്കോളജി കോഴ്സ് ചെയ്തിട്ടുണ്ട്? ഞാൻ MS ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ സൈക്കോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന. ഞാനൊരു കൗൺസിലർ കൂടിയാണ്. കൗൺസിലിങ്ങിൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില കേസുകളിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നു ഇതിൽ മറ്റെന്തോ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്രോയിഡിയൻ തിയറീസ് ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്രോയിഡുമായിട്ട് പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് തന്നെ പലപ്പോഴും അദ്ദേഹത്തുമായിട്ട് യോജിക്കാൻ, അഡ്ലറിനും അതുപോലെ തന്നെ കോൾ യുങ്ങിനൊന്നും പലപ്പോഴും യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം തികച്ചും ഭൗതികമായിട്ട് എക്സിസ്റ്റൻഷ്യലിസത്തിന് മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹത്തിൻ്റേത്. പക്ഷേ ഇവിടെ ആയുർവേദത്തിലെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഗ്രഹബാധ, ഭൂതബാധ ഇങ്ങനെയുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ആയുർവേദവും ഇന്ന് അതിന് വേണ്ടത്ര ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നില്ല. കാരണം അവരെല്ലാം ഇങ്ങനെ ഓക്വേർഡായി പോകുമോ എന്നുള്ളൊരു ഭയമാണ്. നമ്മൾ ഈ വല്ലാതെ ഒരു മോഡേണിസത്തിൻ്റെ പിറകെ ഓടുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളെ ഒന്നും വിശ്വസിക്കാനും. പക്ഷേ ഇപ്പോഴും പലതിനും തിരിച്ചു വരുന്നുണ്ടെല്ലാം. ഇപ്പോൾ നമ്മുടെ ഗൃഹനിർമ്മാണ സങ്കല്പങ്ങൾ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും വാസ്തു എന്ന് പറയുന്ന സംഗതി വളരെയേറെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരു തിരിച്ചുപോക്ക് എന്തായാലും ഉണ്ടാകും തന്നെയാണ്. ശരിക്കും ആത്മാവുമായിട്ട് സംസാരിക്കുന്ന ഓജോ ബോർഡുമായിട്ട് താങ്കൾ? തീർച്ചയായിട്ടും. ഓജോ ബോർഡ്, ഒയ്ജ എന്നാണ് ശരിക്കും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഒയ്ജ ബോർഡ് ട്രിവാൻഡ്രത്ത് ക്ലാസ് എടുക്കുന്ന ഡോക്ടർ M പത്മനാഭൻ, അദ്ദേഹം ജയ്ഹിന്ദിലൂടെ തന്നെ ഒരു പ്രോഗ്രാം ആത്മാവുമായിട്ട് സംസാരിക്കാൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ ആ കോഴ്സ് ചെയ്തത്. ചെയ്തതിന് ശേഷം ഞാൻ വളരെയേറെ അത് ശ്രമിക്കാറില്ല, പക്ഷേ അത്യാവശ്യം ചില സന്ദർഭങ്ങളിൽ എനിക്കതിൻ്റെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്.
പിന്നെ ഒരു ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനും കിട്ടിയിട്ടുണ്ട്. അത് ഈ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് അത് ലഭിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ശാന്തി ദേവി എന്ന് പറഞ്ഞിട്ട് 1926 ജനിച്ച, ഡൽഹിയിൽ ജനിച്ച ഒരു സ്ത്രീ ഉണ്ട്. 1987 അവർ മരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ജനിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി പ്രീബർത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ അവർ പറയുകയും, അപ്പോൾ 4 വയസ്സ് വരെ കുട്ടിയൊന്നും സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ അവരുടെ ഹസ്ബൻഡിനെ അന്വേഷിക്കുകയും, അപ്പോൾ 4 വയസ്സുള്ള കുട്ടി ഇങ്ങനെ ഹസ്ബൻഡിനെ അന്വേഷിക്കുന്ന ഒരു ചൈൽഡ് ഫാൻസി ആയിട്ടാണ് ആദ്യം പാരൻസിന് അപ്പയർ ചെയ്തത്. പക്ഷേ പിൻകാലത്ത് അത് കുറേ കൂടെ സ്ട്രോങ് ആയി വരികയായിരുന്നു ചെയ്തത്. അപ്പോൾ അത് ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ അദ്ദേഹം അതിനുവേണ്ടി ഒരു കമ്മീഷൻ വയ്ക്കുകയും ഒക്കെ ചെയ്തതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഞാൻ മുമ്പ് ജീവിച്ചിരുന്നു, എ ട്രൂ ഇൻകാർണേഷൻ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ശാന്തി ദേവിയുടെ ബുക്ക് തന്നെ ആമസോൺ പബ്ലിക്കേഷനിലേക്ക് ആ ബുക്ക് കിട്ടും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് അത് കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ശരിക്കും നമ്മുടെ പ്രേക്ഷകർ പലരും കേട്ടിട്ടുണ്ട് ഈ ആത്മാവിനോട് സംസാരിക്കുന്ന ഈ പ്രക്രിയയെക്കുറിച്ച്. അത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി ഒന്ന് പറയാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും അപകടം നിറഞ്ഞൊരു പ്രക്രിയയാണെന്ന് എനിക്ക് പറയേണ്ടത്. കാരണം നമ്മളതിന് വേണ്ടി അന്വേഷിച്ചിറങ്ങുമ്പോൾ നമ്മൾ വളരെ സ്ട്രോങ് ആയിരിക്കും, അതാണ് പ്രധാന കാര്യം. പിന്നെ 2, നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഉന്നതമായ പോലീസ് ഉദ്യോഗസ്ഥർ പോലും മൃതദേഹങ്ങൾ കാണുമ്പോൾ അവർ ക്യാപ്പ് ഊരി സല്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളവരെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരേതം എന്നാണ് ശരിക്കുള്ള വാക്ക്. പ്രേതം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരീരം, ഡെഡ് ബോഡി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രേതം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ തെറ്റാണ്. അപ്പോൾ നമ്മൾ ആത്മാവ് എന്നാണ് അതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫോം ഓഫ് എനർജി. അപ്പോൾ ആ എനർജിയെ നമ്മൾ തിരിച്ചിങ്ങനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ വളരെ സാധാരണ ആളുകൾ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ ബേസ് ചെയ്തിട്ട് ഒത്തിരി കുട്ടികൾ ഇത് മിസ്യൂസ് ചെയ്യുന്നതായിട്ടും അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള സൈക്കിക് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതായിട്ടെല്ലാം ഒത്തിരി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത് ഇതൊന്നും ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം സാധാരണയായിട്ട് മരണം സംഭവിച്ചിട്ട് നമുക്ക് 3 ലെവൽസിലാണ് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പോൾ ഈ സൂയിസൈഡുകൾ, പിന്നെ മർഡർ തുടങ്ങിയ മേഖലകളിൽ ആകസ്മികമായിട്ടൊരു മരണം ഉണ്ടാകുമ്പോൾ ആ സോളുകൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു എനർജി വൈബ്രേഷനിലേക്ക് അവർക്ക് എത്തുന്നത്. അത് മോഡേൺ ഫിസിക്സിനെ ബേസ് ചെയ്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ആ എനർജിക്ക് ഒരു സാച്ചുറേഷൻ ലെവൽ അല്ലെങ്കിൽ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ പോയിന്റ് അച്ചീവ് ചെയ്യാത്ത സോളുകൾക്ക് അത് അച്ചീവ് ചെയ്യുന്നത് വരെ അവർക്കിങ്ങനെ ഈ പറയുന്ന ഒരു സ്റ്റേറ്റസ് ഉണ്ടാവുകയില്ല. അപ്പോൾ സാധാരണയായിട്ട് ഈ ഓജോ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സോളുകളാണ് സാധാരണയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അപ്പിയറിംഗ് ടു കം പറയുന്നത്. ഇത് ശരിക്കും പഠിച്ച് ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് ചെയ്യുമ്പോൾ ദോഷഫലങ്ങൾ തീർച്ചയായിട്ടും അത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം പല കുട്ടികളെയും ഞാൻ ഇതുപോലെ, പല കുട്ടികളെ മാത്രമല്ല പല ആൾക്കാരെയും ഇതുപോലെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന അവരുടെ സ്വഭാവത്തിലൊക്കെ വളരെയേറെ വേരിയേഷൻസ് നമുക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഇത് ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. അപ്പോൾ നമ്മളെ എനർജിയെ, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എനർജിയെ ഇത് വളരെയേറെ സ്വാധീനിക്കുകയും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് റിയാക്ഷൻസ് അതിലൂടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് ശാസ്ത്രീയമായി പഠിച്ചപ്പോൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണ അയ്യർ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട്. ഡോക്ടർ ബി മുരളീകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ശരിക്കും പഠിച്ചിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം കൂടുതലായിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ നീരജ മിശ്ര, കനിഷ്ക വിമാന ദുരന്തത്തിൽ മരിച്ചുപോയ നീരജ മിശ്ര, അപ്പോൾ അവരുടെ അമ്മ ഇതുപോലെ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് ചെയ്തതായിട്ടും. അപ്പോൾ ഇതുപോലെ ഒത്തിരി എക്സ്പീരിയൻസുകൾ പണ്ട് കാലത്തോട്ട് പറയുന്നുണ്ട്. പക്ഷേ മോഡേൺ സയൻസ് അതിനെ ഇപ്പം നമുക്ക് ഒരാളിന് തമിഴ് അറിയില്ല, ആളിനൊരിക്കലും തമിഴ് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് റഷ്യൻ അറിയില്ല, അതുകൊണ്ട് റഷ്യയിലെ വാക്കുകൾ എനിക്ക് ഒരിക്കലും ഒരവസ്ഥയിലും പറയാൻ പറ്റില്ല. പക്ഷേ ചില പ്രത്യേകമായ സ്റ്റേജുകളിൽ നമ്മളതിനെ ഹോണ്ടഡ് സ്റ്റേജ് എന്നൊക്കെ സാധാരണ വിളിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ ആ വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോഴേ അവിടെ നമ്മൾ മോഡേൺ ഫിസിക്സിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ എനർജി വൈബ്രേഷനും അതുമായി ഈക്വലായിട്ടുള്ള മറ്റൊരു എനർജി വൈബ്രേഷനും കൂടെ തമ്മിൽ ഒരു സെയിം ഡയമെൻഷനിൽ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ പാരാസൈക്കോളജി ശാസ്ത്രീയമായിട്ട് അങ്ങനെ കോളേജുകളിലൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം നമുക്കുണ്ട്. പക്ഷേ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിൽ, പ്രത്യേകിച്ച് ഹവാർഡ്, അതുപോലെ തന്നെ കേംബ്രിഡ്ജ്, അങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റികളിലും വെസ്റ്റേണിലായുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ അവർ ഈ കോഴ്സ് കാര്യമായിട്ട് നടത്തുന്നുണ്ട്. അവിടെ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒരു ഗുണം അവർക്കുണ്ട്, ഒരു അന്വേഷണാത്മകത. അപ്പോൾ നമ്മൾ ടു ബി ബ്ലൈൻഡാണ് സംടൈംസ്. ദിസ് ഈസ് വാട്ട്. അപ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ സംതൃപ്തനാണ്, കൂടുതലൊന്നും അന്വേഷിച്ച് പോകാൻ എനിക്ക് താല്പര്യമില്ല, എന്തിനാണ് എന്നുള്ള ഒരു ഇതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ എപ്പിക്യൂറിയൻ ഫിലോസഫിയിലേക്ക് നമ്മൾ പോകുന്നു. യെസ്റ്റർഡേസ് ആർ ഗോൺ, ടുമോറോസ് ആർ അൺസർട്ടൺ, ടുഡേ ഈസ് ദ ട്രൂത്ത്, സോ ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി. നമ്മൾ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് മാറേണ്ട ഒരു ആവശ്യം നമുക്ക് ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിദ്യാഭ്യാസ മേഖലയിലൂടെ മാത്രമേ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇതിൻ്റെ ഒപ്പം കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. എത്തരത്തിലുള്ള ആൾക്കാരാണ് അധികവും കൗൺസിലിങ്ങിനായിട്ട് എത്താറുള്ളത്? കൗൺസിലിംഗ് കൂടുതലായിട്ടും ഇപ്പോൾ കോളേജുകളിലും സ്കൂളുകളിലും ചെയ്ത്, അതുപോലെ തന്നെ ഈ NSS ക്യാമ്പുകൾ അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനെ കൗൺസിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പവും അതുപോലെ തന്നെ കുറച്ചുകൂടി യൂസ്ഫുള്ളുമാണ് ഒരു മാസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ സാധാരണ സൈക്യാട്രിസ്റ്റുകൾ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന കുറേ കോൺസെപ്റ്റുകളെ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത്
സാധാരണ നമ്മളിപ്പം പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, ഒരു കേവലമായ ഒരു ആകസ്മികതയാണ്. എങ്ങനെയോ സംഭവിച്ചു പോയി, വി കം ടു ദിസ് എർത്ത്, അപ്പോൾ മരണം വരെ മാത്രമേ നമ്മളുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനുശേഷം പിന്നെ ഒന്നുമില്ല എന്നുള്ള ഒരു തരം ചാർവാക ഫിലോസഫിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയല്ല, ഇതിൻ്റെ ആഫ്റ്റർ മാത്ത് സംതിങ് ഈസ് ദെയർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് വളരെ ആകാംക്ഷയാണ്. കുട്ടികൾക്കും അല്ലെങ്കിൽ ടീനേജിലുള്ള ആൾക്കാർക്കെല്ലാം പൊതുവേ പ്രജുഡിസ്ഡായ ചില ആൾക്കാരുണ്ട്, അവരൊഴിച്ച് ബാക്കിയുള്ള ആളുകൾക്ക് പൊതുവേ ഇത് താല്പര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ ന്യൂട്ടൺ ഫിലോസഫിയിൽ ന്യൂട്ടൻ്റെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. ഐൻസ്റ്റൈൻ പറഞ്ഞു വെച്ചിരിക്കുന്നു E=mc². അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എത്ര ഊർജ്ജമുണ്ടോ അതിൻ്റെ എത്രയോ മടങ്ങ് എത്ര ഭാരമുണ്ടോ അതിൻ്റെ എത്രയോ മടങ്ങ് ഊർജ്ജം നമ്മളിലുണ്ട് എന്ന് ഐൻസ്റ്റൈനും പറയുന്നു. പക്ഷേ നമ്മളത് ആപ്ലിക്കബിൾ ലെവലിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ ആ മേഖലയിലേക്ക് യോഗ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം തന്നെ കേട്ടിട്ടുണ്ട്, ജർമ്മനി തുടങ്ങിയ പല രാജ്യങ്ങളിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനെ ഒരു പ്രത്യേകമായ ഭാഗത്ത് ഒരു 10 മാസം താമസിപ്പിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ആ സമയത്ത് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള വേദങ്ങളും അതുപോലെ തന്നെ വളരെ മനോഹരമായ സംഗീതവും, കാരണം മനസ്സ് യാതൊരു സ്ട്രെസ്സും ടെൻഷനും ഇല്ലാതെ ഉള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ വളരെയേറെ ഇൻ്റലക്ച്വൽ ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. ഇപ്പം തന്നെ UN അവർ അസംബ്ലിയെല്ലാം മീറ്റ് ചെയ്യുന്ന സമയത്ത് വേദമന്ത്രങ്ങൾ ഇടുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ ഇതെല്ലാം എല്ലാം ഈറ്റിലെയും കേന്ദ്രമാണ്. പക്ഷെ നമ്മളതിനൊന്നും യാതൊരു വിധത്തിലുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ തിരക്കുള്ള ജീവിതത്തിൽ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ. അപ്പോൾ ഈ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും ലോക സിനിമയെ വരെ സാഗൂതം വീക്ഷിക്കുന്ന ഒരാളാണ് ബിജു എന്ന് മനസ്സിലായി. നമ്മുടെ മലയാള സിനിമയെക്കുറിച്ച്, സിനിമാ രംഗത്തെക്കുറിച്ച് ഇപ്പോഴത്തെ ഒരു പ്രവണതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മലയാളം മൊത്തത്തിൽ നമ്മുടെ കലാമേഖല എന്ന് പറയുന്നത് തന്നെ വളരെയേറെ മാനിപ്പുലേറ്റ് ആയിക്കഴിഞ്ഞു, അല്ലെങ്കിൽ വളരെയേറെ കച്ചവടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ടെലിവിഷൻ പ്രോഗ്രാംസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല ചാനലുകളും കുറച്ച് വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. എങ്കിലും പല ചാനലുകളും നമ്മൾ ഈ ബ്ലൈൻഡായിട്ടുള്ള ഒരു വെസ്റ്റേണൈസേഷൻ്റെ അനുകരണം മാത്രമാണ് നമ്മൾ കാണുന്നത്. അതാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുപിടിക്കുന്നത്. അവരുടെ പ്രോഗ്രാംസിനെ കാണുക, അതിനെ അതുപോലെ നമ്മളിവിടെ പറിച്ചു നടുക എന്ന് പറയുന്ന ഒരു തരം പ്രക്രിയയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡയബറ്റിക് പേഷ്യൻസിൻ്റെ അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉള്ള പേഷ്യൻസിൻ്റെ അളവിൽ വളരെയേറെ കൂടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിൽ ഇതുപോലെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ടോപ്പ് പൊസിഷൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഡയബറ്റീസ് ആണ്, 2ാം സ്ഥാനം ഹാർട്ട് അറ്റാക്കാണ്. അപ്പോൾ അതിനൊരു കാരണം ഈ 1950-കൾക്ക് മുൻപ് യൂറോപ്പിലായിരുന്നു ഈ പറയുന്ന ഡയബറ്റീസിൻ്റെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് എന്തുകൊണ്ട് ഇവിടെ ഇന്ത്യയിൽ വരുന്നു വെച്ച് ചോദിച്ചാൽ 1950s ഒക്കെ ആയപ്പോഴത്തേക്ക് അവിടെയുള്ള കൺഫെക്ഷണറി ഷോപ്പുകൾ അല്ലെങ്കിൽ ബേക്കറി സ്റ്റോളുകൾ പലതും അവർ അടച്ചുപൂട്ടി. പക്ഷേ നമ്മളിവിടെ കൂണുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഡയറ്റ് അല്ലെങ്കിൽ അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്സെറ്റ് ആയി പോകും അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഡെയിലി ഇപ്പോൾ യോഗയിലും ആയുർവേദത്തിലും പറയുന്നുണ്ട്, ഒരു മനുഷ്യ ശരീരത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷുഗറിൻ്റെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് 2 ടീസ്പൂണാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം എത്രത്തോളം ഷുഗർ, അത് സാക്കറിനും ബാക്കിയുള്ളതായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഒബിസിറ്റി ഒരു വലിയ പ്രോബ്ലമാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അന്ധമായിട്ട് വെസ്റ്റേണേഴ്സിനെ അനുകരിക്കുന്ന ഒരു സ്വഭാവം. പക്ഷേ വെസ്റ്റേണേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഞാൻ പറയുന്ന ഒരു അന്വേഷണത്വരയുണ്ട്. അവർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിനെ അവരിപ്പം കൂടുതലായിട്ട് അവിടെ ഫ്ലറിഷ് ചെയ്യും. ഇന്ന് അമേരിക്കയിലേക്ക് ഇപ്പം പിന്നെ വളരെ കൂടുതലായിട്ട് ആളുകൾ വെജിറ്റേറിയൻസിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ തിരിച്ച് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇതുണ്ടാക്കുന്നൊരു വലിയ നെഗറ്റീവ് മാസുണ്ട്. അപ്പോൾ ഈ മാസിൻ്റെ ഒരു ടോട്ടാലിറ്റിയാണ് നമ്മുടെ ഇവിടെ കാണുന്ന കലകളിലും എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മലയാള സിനിമ എന്ന് പറയുന്നത് ഞാനിപ്പോൾ തമാശയ്ക്ക് പറയാറുണ്ട്, കാരണം പണ്ട് ജമ്മീൻ്റെ കാലം മുതൽ ഇന്ന് ഈ മോഡേൺ കാലം വരെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീ അവർ തമ്മിലുള്ള പ്രണയം, പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം കാണിക്കുന്ന ഒരു ഗുഡ് എന്ന് കാണിക്കുന്ന ഒരു കാർഡ് എഴുതി, ശുഭം എന്ന് എഴുതി കാണിക്കുന്ന ഒരു കാർഡ് എഴുതിയിട്ട് ഫിലിം ഈസ് ഗെറ്റിംഗ് ഓവർ. പക്ഷേ ആഫ്റ്റർ ദാറ്റ് എന്ത് സംഭവിക്കുന്നു? അങ്ങനെയുള്ളത് നമ്മൾ കാണുന്നില്ല. പിന്നെ പരീക്ഷണം എന്ന് പറഞ്ഞിട്ട് പല സിനിമകൾ ഇറങ്ങാറുണ്ട്. പക്ഷേ ആ സിനിമകൾ ഞാനിപ്പോൾ മലയാള സിനിമകൾ അധികം അങ്ങനെ കാണുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ വിദേശ സിനിമകൾ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്ന അക്കിറ കുറസോവയും അതുപോലെ തന്നെ മക്ബൽ ബഫ് എന്ന് പറയുന്ന ഇറാനിയൻ സംവിധായകനും അതുപോലെ മജീദി എന്ന് പറയുന്ന സംവിധായകൻ. അപ്പോൾ ഇവരെല്ലാം തന്നെ ഇപ്പോൾ മജീദിയുടെ ഒരു ഫിലിമുണ്ട്, കളർ ഓഫ് പാരഡൈസ് എന്നാണ് ഫിലിമിൻ്റെ പേര്. അപ്പോൾ അതിൽ ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് അതിൻ്റെ സെൻട്രൽ തീം. മലയാളത്തിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അയാൾ ബ്ലൈൻഡാണ്. അപ്പോൾ അയാളുടെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ പുതുതായിട്ട് വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അച്ഛന് ഈ കുട്ടി എന്ന് പറഞ്ഞൊരു ബേർഡനാണ്. അപ്പോൾ കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി അച്ഛൻ ശ്രമിക്കുകയും കുട്ടിയെ വളരെ ആവേശത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. അതിലെ ചില ഷോട്ടുകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഒരു മരത്തിൽ ഇങ്ങനെ ഒരു പക്ഷി ഇരിക്കുമ്പോൾ ഈ മരത്തിലിങ്ങനെ ചെവി കൊണ്ട് ചേർത്ത് വെച്ചിട്ട് പക്ഷി അവൻ അറിയുന്ന ഒരു സീനുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള പെർസെപ്ഷൻസ് ഉണ്ട്. പിന്നെ എന്നതാണ് ബ്ലൈൻഡായ ആളിന് കണ്ണ് കാണില്ല, ഓക്കെ, അതൊരു പെർസെപ്ഷനായിട്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ അത് നമ്മൾ റിയാലിറ്റിയുമായിട്ട് മിക്സപ്പ് ചെയ്യുന്നില്ല. അതാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ
അല്ലെങ്കിൽ പൊതുവെയുള്ള ഇങ്ങനെയുള്ള മേഖലകൾ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. ബിജുവിന് ഒരുപാട് ഐഡിയകളുണ്ട്. ബിജുവിന്റെ ഐഡിയകൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി സ്വന്തമായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ തീർച്ചയായിട്ടും അങ്ങനെ താല്പര്യമുണ്ട്. കഥ എഴുതും. മീഡിയ സുഹൃത്തുക്കളൊക്കെ അങ്ങനെയുണ്ട്. പക്ഷേ അതിനുള്ളൊരു മെച്യൂരിറ്റി എനിക്ക് ആയിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ്. കുറച്ചുകൂടി ആവണം എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നാൽക്കവയിലെ ആളുകളെ നിർത്തി ഓടാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള സിനിമ മനസ്സിലുണ്ട്. സിനിമ തീർച്ചയായിട്ടും മനസ്സിലുണ്ട്. സിനിമയ്ക്കൊപ്പം തന്നെ ചിത്രകലയുണ്ടെന്ന് തോന്നുന്നു. ചിത്രകല ആസ്വദിക്കാറുണ്ട്, വളരെയേറെ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ്. വരയ്ക്കുമോ? വരയ്ക്കില്ല, പണ്ട് വരയ്ക്കുമായിരുന്നു. പക്ഷേ വരയ്ക്കുന്ന ഒത്തിരി ആൾക്കാരുമായിട്ട് എനിക്ക് വളരെ ബന്ധമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ വളരെ വളരെ പ്രഗത്ഭനായ ഒരു ചിത്രകലാ അധ്യാപകൻ, ചിത്രകാരൻ എന്ന് വേണം പറയാൻ. ആർട്ടിസ്റ്റ് മഹീന്ദ്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേരെന്നും പറയുന്നത് അങ്ങനെ പൊതുവേ എക്സ്പോസ് ചെയ്യുന്ന വളരെ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അദ്ദേഹം വിദേശത്തൊക്കെയാണ് പഠിച്ചത്. നെടുമങ്ങാടാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം ഞാൻ വളരെ സാഗൂതം പോയി നിരീക്ഷിക്കാറുണ്ട്. അദ്ദേഹം ഫിലിംസിനൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. ചിത്രാഞ്ജലിയിലേക്ക് ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ ഗുരുതുല്യനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ചിത്രകലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിക്കാസോയുടെയും അതുപോലെ തന്നെ വാൻ ഗോഗിൻ്റെയും തുടങ്ങിയ ആൾക്കാരെ കുറിച്ചെല്ലാം കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ഈ കഥ, കവിത, ചിത്രരചന, ഫിലോസഫി ഇതിനെല്ലാം ഒപ്പം അല്പം ഫിസിക്സും ഉണ്ടെന്ന് തോന്നുന്നു. അതെ, മെറ്റാഫിസിക്സിനോട് കൂടുതലായിട്ട് വളരെ താല്പര്യമുണ്ട്. എന്താ മെറ്റാഫിസിക്സ് എന്ന് പറയുമ്പോൾ ബിയോണ്ട് ഫിസിക്സ് എന്നാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഇപ്പോൾ ചെമ്പരത്തി പൂ എന്തുകൊണ്ട് ചുവന്നിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് അതിൽ ചുവപ്പ് വന്ന് സൺലൈറ്റ് വന്ന് തട്ടുമ്പോൾ ചുവപ്പിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, ബാക്കിയുള്ള എല്ലാ കളേഴ്സിനെ അത് അബ്സോർബ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നു. പക്ഷേ മെറ്റാഫിസിക്സിലെ ഒരു ചോദ്യം ഉയർന്നു വരുന്നു, എന്തുകൊണ്ട് അത് ചുവപ്പിനെ മാത്രം പ്രതിഫലിപ്പിക്കുന്നു? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാതെ വന്നു. കാരണം ചുവന്ന ചെമ്പരത്തി പൂവ് മാത്രമേ ചുവന്നിരിക്കുന്നുള്ളൂ, മഞ്ഞ ചെമ്പരത്തി പൂവുണ്ട്, അവിടെ മഞ്ഞ കളറായിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ മെറ്റാഫിസിക്സ് കൊണ്ട് സാധാരണയായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെറ്റാഫിസിക്സിലേക്ക് എന്നെ കൂടുതൽ ആകർഷണമാക്കിയത് ഇംഗ്ലീഷിലെ റൊമാൻറ്റിക് കവിയായിരുന്ന കോളറിഡ്ജാണ്, സാമുവൽ കോളറിഡ്ജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു കോൺസെപ്റ്റാണ്. അതിശക്തമായിട്ട് മെറ്റാഫിസിക്സിനെ തൻ്റെ കവിതകളിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കവിയാണ് കോളറിഡ്ജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുബ്ലാ ഖാൻ എന്ന് പറയുന്നൊരു കവിതയുണ്ട്. അപ്പോൾ ഈ കവിതയിൽ ശരിക്കും നമുക്ക് വളരെ ഡീപ്പ് റൂട്ടായിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഇന്ത്യൻ കോൺസെപ്റ്റുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. റീഇൻകാർണേഷനും റീബർത്തും അതുപോലെ തന്നെ ഫൈനൽ സെറ്റിങ്ങും നമ്മൾ ഈ പൂർണ്ണമായിട്ട് എന്താണ് ഒരു വോയിഡിൽ അല്ലെങ്കിൽ വാക്വത്തിൽ പോയി ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ള ചില കോൺസെപ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ മാക്സ് പ്ലാങ്ക്, അതുപോലെ തന്നെ ഹെയ്ൻസൻബർഗ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുകയാണ്, 2 ഷിപ്പുകൾ അദ്ദേഹം സങ്കല്പിക്കാൻ പറയുന്നു. ഒരു ഷിപ്പ് ഫുള്ളി എക്വിപ്ഡ് വിത്ത് ഓൾ ലക്ഷറീസ്. അപ്പോൾ അതിനകത്ത് ഒരു സാധനത്തിൻ്റെ കുറവുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്, അത് കോമ്പസാണ്. അതേസമയം അത് വെസ്റ്റേണേഴ്സ് സഞ്ചരിക്കുന്ന ഷിപ്പ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈസ്റ്റേണേഴ്സ് സഞ്ചരിക്കുന്ന ഷിപ്പ് ഉണ്ട്, അതിൽ അത്രയും ഭൗതിക സുഖങ്ങളൊന്നുമില്ല, പക്ഷേ അതിനകത്ത് കോമ്പസ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഗാന്ധിജി പോലെയും ടാഗോറിനെ പോലെയൊക്കെയുള്ള ഒത്തിരി ആൾക്കാരാണ് അവിടെ കോമ്പസായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരായ നമ്മൾ അതിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായൊരു. ശരിക്കും ബിജുവിൻ്റെ വിവിധ മേഖലകളിലുള്ള കഴിവുകളുണ്ട്. അവയെല്ലാം നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ ജഗദീശ്വരൻ ആയുസ്സും ആരോഗ്യം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.